പൈത്തൺ സീരീസിൽ നമ്മൾ സെറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ യൂണിയനും ഇന്റർസെക്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സെക്ഷനിൽ അതിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളുടെ ഡിഫറൻസും സിമെട്രിക് ഡിഫറൻസും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് സെയിം എക്സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡിഫറൻസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സെറ്റ് 1 ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് സെറ്റ് 2 ഉണ്ടെങ്കിൽ അത് അലൗഡ് ആയിരിക്കത്തില്ല. സോ സെറ്റ് 2 ഇല്ലാത്ത സെറ്റ് 1 ഡേറ്റ ടൈപ്പുകൾ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ ഒന്നും കൂടി പറയാം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സെറ്റ് 1 സെറ്റ് 2 ഒന്നുണ്ട്. സോ അത് കൺസിഡർ ചെയ്യത്തില്ല. സോ ഈ സെറ്റ് 1 കാര്യങ്ങൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ പ്രിന്റ് ആയിട്ട്. സെറ്റ് 1 സെറ്റ് 2 ഡിഫറൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റ് 1 കാര്യങ്ങൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ വരത്തുള്ളൂ. സെറ്റ് 2 കാര്യങ്ങൾ ഔട്ട്പുട്ടിൽ വരത്തില്ല. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ യൂണിയനൊക്കെ ചെയ്യുന്ന സമയത്ത് സെറ്റ് 1 സെറ്റ് 2 ഔട്ട്പുട്ടുകൾ പ്രിന്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. സോ ഡിഫറൻസിൽ സെറ്റ് 1 സെറ്റ് 2 ഡിഫറൻസ് ചെയ്യുന്നെങ്കിൽ സെറ്റ് 1 ഡീറ്റെയിൽ മാത്രമാണ് പ്രിന്റ് ആയിട്ട് വരത്തുള്ളൂ. അതിനകത്ത് ഇനിയിപ്പോൾ സെറ്റ് 1 ഏതെങ്കിലും ഒരു കണ്ടന്റ് സെറ്റ് 2 ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ആയിട്ട് വരത്തില്ല. ഇപ്പോൾ 1 ഉണ്ട്, സോ ആ 1 റിമൂവ് ആയി പോകും. 1 ഇതിനകത്തുനിന്ന് പ്രിന്റ് ഔട്ട് ഇല്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബിനു എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, സോ അത് പ്രിന്റ് ആയിട്ട് വരത്തില്ല. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിത് അൺകമാൻഡ് ചെയ്യുവാണ്. സോ അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ സെറ്റ് 1 ഡോട്ട് ഡിഫറൻസ്, നമ്മൾ ഇതിനുള്ളിൽ സെറ്റ് 2 അടിച്ചു കൊടുക്കാം. സോ ഇതിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു, ദെൻ പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ABC ഈ 2 ഔട്ട്പുട്ട് മാത്രമാണ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. സോ ഇവിടെ ലിസി 2 തവണ വന്നിട്ടുണ്ട്, 2 ഇവിടെ വന്നിട്ടുണ്ട്, ബിനു ഇവിടെ വന്നിട്ടുണ്ട്, 2 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, 1 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ABC 10 മാത്രമാണ് പ്രിന്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. സെറ്റ് 2 ഡിഫറൻസ് സെറ്റ് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് 2 ഡീറ്റെയിൽ മാത്രമേ പ്രിന്റ് ആയിട്ട് വരത്തുള്ളൂ. സോ ഇതിനകത്തില്ലാത്ത സെറ്റ് 1 ഇല്ലാത്ത സെറ്റ് 2 ഡീറ്റെയിൽസ് ഡേറ്റ ടൈപ്പുകൾ ഐറ്റംസ് മാത്രമാണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് വരത്തുള്ളൂ. സോ ആ രീതിയിലാണ് ഡിഫറൻസ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഡേറ്റകൾ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ലിസ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ടപ്പിൾസ് ആഡ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ ടൈപ്പുകൾ ആഡ് ചെയ്യാം. സോ ഇതിനകത്തില്ലാത്ത ഈ 2 ഐറ്റംസിൽ അല്ലാത്ത ഡേറ്റ ടൈപ്പുകൾ മാത്രമാണ് വരത്തുള്ളൂ. സോ ബിനു ഉണ്ട്, സോ ബിനു സെറ്റ് 2 ഉണ്ട്, അതുകൊണ്ട് അത് പ്രിന്റ് ആവത്തില്ല. ജോസ് പ്രിന്റ് ആയിട്ട് വരും. 1 ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇത് ഈ ഏതെങ്കിലും ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ആയിട്ട് വരത്തില്ല, ബാക്കിയെല്ലാമാണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് വരിക. സോ ആ രീതിയിലാണ് ഡിഫറൻസ് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇത് അൺകമാൻഡ് ചെയ്യാം. ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെക്ക് ചെയ്യാം. പ്രിന്റ് ഫംഗ്ഷനകത്ത് സെറ്റ് 1 ഇവിടെ നമ്മൾ ഡിഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈനസ് ആണ്. മൈനസ് കൊടുക്കുക, ദെൻ സെറ്റ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. സോ ABC 10 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ഇട്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈനസ് ആണ്. സോ ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ സെറ്റ് 2 ഇപ്പോൾ ഡിഫറൻസ് ഞാൻ കമാൻഡ് ചെയ്തതിനു ശേഷം ഇതിനെ കമാൻഡ് ചെയ്യാം. ഡിഫറൻറ്റ് അണ്ടർസ്കോർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് 2 കൊടുക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നണ്ണാണ്, അതായത് ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് സെറ്റ് 2 ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. സോ നണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് അതോട് ഔട്ട്പുട്ട് നണ്ണായിട്ടാണ് കിട്ടുന്നത്. സോ നമുക്കിനി അടുത്തായിട്ട് സിമെട്രിക് ഡിഫറൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കാം. സോ സിമെട്രിക് ഡിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് 1 സെറ്റ് 2 സിമെട്രിക് ഡിഫറൻസ് ചെയ്യുന്നത്. സോ അതിനകത്ത് ബോത്ത് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ആവത്തില്ല, ബാക്കിയെല്ലാം പ്രിന്റ് ആയിട്ട് വരും. ഇപ്പോൾ സെറ്റ് 1 സെറ്റ് 2 ആണെങ്കിൽ ഇത് മൊത്തം പ്രിന്റ് ആയിട്ട് വരും. ഇതിനകത്ത് ബോത്തും ഈ സെറ്റ് 1 സെറ്റ് 2 ഒരേപോലെയുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും പ്രിന്റ് ആവത്തില്ല. നമ്മൾ യൂണിയനിൽ ചെയ്യുന്ന സമയത്ത് ബോത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം ബോത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ഇപ്പോൾ 1 ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. സോ അതിനകത്ത് ഏതെങ്കിലും ഒരു 1 ആണ് പ്രിന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ സിമെട്രിക് ഡിഫറൻസിൽ ചെയ്യുന്ന സമയത്ത് ബോത്ത് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആവും. സോ അത് അവിടെ പ്രിന്റ് ആയിട്ട് വരത്തില്ല. ഇവിടെ ബിനു ഉണ്ട്, ഇവിടെ ബിനു എന്ന് പറയുന്ന നെയിം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ നെയിമുകൾ ക്യാൻസൽ ആയി പോകും. അത് ഔട്ട്പുട്ടിൽ പ്രിന്റ് ആയിട്ട് വരത്തില്ല. ബാക്കിയുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ ആയിരിക്കും പ്രിന്റ് ആയിട്ട് വരുന്നത്. സോ നമുക്കത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തു. സോ അതിൻ്റെ ഉള്ളിൽ സെറ്റ് 1 ഡോട്ട് സിമെട്രിക് ഡിഫറൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ സിമെട്രിക് ഡിഫറൻസ് കൊടുത്തു, ദെൻ ഏത് സെറ്റാന്നുള്ളത് പറഞ്ഞു കൊടുക്കും, ദെൻ സെറ്റ് 2 ഇവിടെ കൊടുത്തു. സോ ഇത് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ
ജോസ് എന്ന് പറയുന്നത് ബോത്ത് ആയിട്ടില്ല, അതുകൊണ്ട് അത് പ്രിന്റ് ആയിട്ട് വന്നു. 5 എന്ന് പറയുന്നത് ബോത്ത് ആയിട്ടില്ല, ഇതിനകത്തും രണ്ടെണ്ണത്തിലും ഇല്ല, അതുകൊണ്ട് തന്നെ അത് പ്രിന്റ് ആയിട്ട് വന്നു. 6 ഇല്ല, 7 ഇല്ല, 2 10 ഇല്ല, ഇവിടെ 10 ഇല്ല, ദെൻ ABC എന്ന് പറയുന്ന അതില്ല. സോ അതാണ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ലിസി എന്ന് പറയുന്നത് ബോത്ത് ആയിട്ടുണ്ട്, സോ അതുകൊണ്ട് തന്നെ അത് റിമൂവ് ആയി പോയി. ആ രീതിയിലാണ് സിമെട്രിക് ഡിഫറൻസ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ പ്രിന്റ് ഫംഗ്ഷനകത്ത് സെറ്റ് 1 സിമെട്രിക് ഡിഫറൻസ് സെറ്റ് 2 ഈ രീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് സിമെട്രിക് ഡിഫറൻസ് ചെക്ക് ചെയ്യുന്നത്. സോ സെയിം റിസൾട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റം ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിനകത്ത് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സെറ്റ് 3 ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അത് പോസിബിൾ അല്ല. ഈ സെറ്റ് 1-നകത്തും സെറ്റ് 2-ക്കകത്തും സെറ്റ് 3-ക്കകത്തും ബോത്ത് ആയിട്ടുള്ളത് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കണ്ടന്റ് ആണ് പ്രിന്റ് ആയിട്ട് വരുന്നത്. സോ ഇത് ഓപ്പറേറ്റേഴ്സിൽ ഇത് പോസിബിൾ ആണ്, പക്ഷേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. സോ ഇവിടെ നമ്മൾ കോമയിട്ടിട്ട് സെറ്റ് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ ആയിരിക്കും വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എററാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു ആർഗ്യുമെന്റ്, നമുക്ക് 2 ആർഗ്യുമെന്റ് നമുക്ക് ഈ ഒരു മെത്തേഡ്സ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല സിമെട്രിക് ഡിഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പക്ഷേ നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. സോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെറ്റുകൾ നമുക്ക് സിമെട്രിക് ഡിഫറൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മൾ ഡിഫറൻസും സിമെട്രിക് ഡിഫറൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കിയത്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക് ഇട്ട് കാണാം. ബൈ ബൈ.